നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് തിരുവിളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മഹാനവമി വിജയദശമി ചടങ്ങിനോടനുബന്ധിച്ച് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആചരിച്ചു. വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ്, ആദരിക്കൽ എന്നിവ വയോജന ദിനത്തിന്റെ ഭാഗമായി നടന്നു. വിജയദശമി ദിന ആഘോഷത്തിനായി ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രം, ഊരകം അമ്മ തിരുവടി ക്ഷേത്രങ്ങൾ ഒരുങ്ങി. എഴുത്തിനിരുത്തൽ ചടങ്ങിനായി വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് തിരുവിളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മഹാനവമി വിജയദശമി ചടങ്ങിനോടനുബന്ധിച്ച് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത്. മഹാനവമി വിജയദശമി ചടങ്ങുകളിലെ തിരക്ക് നിയന്ത്രിക്കാനാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് പ്രത്യേക ഗതാഗത നിയന്ത്രണങ്ങൾ ഒരുക്കിയത്. മഹാനവമി ദിവസമായ ബുധനാഴ്ച വൈകിട്ട് 5 മണി മുതൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണം നിലവിൽ വന്നു. ഇതുപ്രകാരം തൃശൂർ ഭാഗത്ത് നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോകുന്ന വാഹനങ്ങൾ പാലക്കലിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ആനക്കല്ല് വഴി പൂച്ചിന്നിപ്പാടത്തെത്തി നേരെ പോകണം. മറ്റൊന്ന് പെരുമ്പിള്ളിശ്ശേരി, ചേർപ്പ്, കോനിക്കര വഴി ഊരകമെത്തി വലത്തോട്ട് തിരിഞ്ഞു പോകണം. ഇരിങ്ങാലക്കുട, പുതുക്കാട് ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പൂച്ചിന്നിപ്പാടത്തു നിന്ന് ആനക്കല്ല്, പാലക്കൽ വഴി പോകാം. തൃപ്രയാർ ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ചേർപ്പിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പൂത്തറയ്ക്കൽ, അമ്മാടം, പാലക്കൽ വഴി തൃശൂരിലേക്ക് പോകണം. തൃശൂരിൽ നിന്ന് തൃപ്രയാറിലേക്ക് പോകുന്ന വാഹനങ്ങൾ പാലക്കലിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് അമ്മാടം, ചേർപ്പ് വഴി പോകേണ്ടതാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും പോലീസ് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. തൃപ്രയാർ, അമ്മാടം ഭാഗത്തു നിന്ന് തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിലേക്ക് വരുന്നവർ വാഹനങ്ങൾ ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത് കാൽനടയായി പോകണം. തൃശൂർ ഭാഗത്തു നിന്നുള്ളവർ വാഹനങ്ങൾ ഗാന്ധി ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത് കാൽനടയായി ക്ഷേത്രത്തിലേക്ക് പോകണം. പൂച്ചിന്നിപ്പാടം, ഒല്ലൂർ ഭാഗങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വരുന്നവർ വാഹനങ്ങൾ പൂച്ചിന്നിപ്പാടം ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത് കാൽനടയായി പോകണം. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്ന് ക്ഷേത്രത്തിലേക്ക് വരുന്നവർ വാഹനങ്ങൾ കിഴക്കേ നടയ്ക്ക് സമീപത്തെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത് കാൽനടയായി ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതാണെന്നും പോലീസ് അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആചരിച്ചു. വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ്, ആദരിക്കൽ എന്നിവ വയോജന ദിനത്തിന്റെ ഭാഗമായി നടന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ വയോജന ദിനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ വയോജനങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ സന്തോഷത്തിനും അവരുടെ പൂർണ്ണ രീതിയിലുള്ള അന്തസ്സോടുകൂടിയുള്ള ജീവിതത്തിനും വേണ്ടി ഒരു ദിനം മാത്രമല്ല എല്ലാ ദിനങ്ങളും നീക്കിവെക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. പ്രത്യേകിച്ച് പെൻഷനേഴ്സ് യൂണിയന്റെ അംഗങ്ങളോടുകൂടിയാണ് ഭാഗമായിട്ട് നമുക്കൊക്കെ വയോജനങ്ങളുടെ സംരക്ഷണത്തിൽ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നല്ല പങ്കാളിത്തം വഹിക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം ജനസാന്ദ്രതയേറിയ സംസ്ഥാനം. നമ്മുടെ ജനസംഖ്യയുടെ ഇപ്പോൾ ഏകദേശം 17-18% വയോജനങ്ങൾ. 2050 പറയുന്നത് 30% വയോജനങ്ങൾ കേരളത്തിലുണ്ടാകുമെന്നാണ് പറയുന്നത്. അതിന് വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ സംസ്ഥാനത്ത് നമുക്കുണ്ട്. നമ്മുടെ ആയുർദൈർഘ്യം നന്നായി കൂടി വരും. സ്ത്രീകളുടെ ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലാണ്. തൊട്ട് താഴെ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം.
ചേർപ്പ് പഞ്ചായത്തിൽ 75 മുതൽ 80 വയസ്സുവരെ പിന്നിട്ട മുതിർന്ന പൗരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. ഇവർക്ക് പുതുവസ്ത്രങ്ങൾക്കൊപ്പം ധനസഹായവും സമ്മാനിച്ചു. ആറാട്ടുമുണ്ടൻ എന്ന നാടകരചനയിലൂടെ സർഗസ്വരം പുരസ്കാരം നേടിയ യൂണിറ്റ് അംഗം അബു പാളിയത്തും ആദരവേറ്റുവാങ്ങി. സമീകൃതാഹാരം ആരോഗ്യത്തിന് എന്ന വിഷയത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PS വാസുദേവൻ ക്ലാസ് എടുത്തു. വാർദ്ധക്യത്തിലെ ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ വൈദ്യരത്നം ആയുർവേദ കോളേജിലെ ഡോക്ടർ S ദേവരാജനും വയോജന സംരക്ഷണ നിയമം സംബന്ധിച്ച അഡ്വക്കേറ്റ് CN രാധാകൃഷ്ണനും ക്ലാസ് എടുത്തു. യൂണിറ്റ് പ്രസിഡന്റ് ഇൻചാർജ് M ഗോവിന്ദൻകുട്ടി, യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് KS മോഹനൻ, യൂണിറ്റ് സെക്രട്ടറി PK ഗോപാലകൃഷ്ണൻ, ട്രഷറർ T മോഹൻദാസ്, ഗ്രേസി ജോൺസൺ എന്നിവർ സംസാരിച്ചു. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രം വിജയദശമി ആഘോഷത്തിനായി ഒരുങ്ങി. മഹാനവമി ദിവസം വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ബുധനാഴ്ച രാവിലെ 5:15 ചുറ്റുവിളക്ക് സമർപ്പണം നടന്നു. കുമാരിമാരായ നീരജ, ധ്വനി, മാസ്റ്റർ കേശവ് എന്നിവരാണ് ചുറ്റുവിളക്ക് സമർപ്പിച്ചത്. തുടർന്ന് രാവിലെ 7 മണിക്ക് രാജേഷ് ആറാട്ടുപുഴയും സംഘവും നയിച്ച സംഗീതാർച്ചന അരങ്ങേറി. രാവിലെ 9 മണി മുതൽ തിരുവാതിര കളി നടന്നു. വൈകിട്ട് 5:30 ചുറ്റുവിളക്ക് സമർപ്പിച്ചു. ആറാട്ടുപുഴ രാമഭദ്രാലയം N രാമഗോപാലൻ നായരാണ് ചുറ്റുവിളക്ക് സമർപ്പിച്ചത്. തുടർന്ന് സെമി ക്ലാസിക്കൽ ഡാൻസ്, നൃത്തങ്ങൾ എന്നിവ അരങ്ങേറി. ഒക്ടോബർ 2 വിജയദശമി ദിനത്തിൽ രാവിലെ 5:15 ചുറ്റുവിളക്ക് നടക്കും. ഡോക്ടർ K ഉണ്ണികൃഷ്ണനാണ് ചുറ്റുവിളക്ക് സമർപ്പിക്കുന്നത്. രാവിലെ 6 മണിയോടെ സരസ്വതി മണ്ഡപത്തിൽ പൂജയ്ക്കു ശേഷം എഴുത്തിനിരുത്തൽ ചടങ്ങ് ആരംഭിക്കും. ആചാര്യന്മാർ കുട്ടികളുടെ നാവിൽ സ്വർണ്ണമോതിരത്താൽ ആദ്യാക്ഷരം കുറിക്കും. ഉരുളിയിലെ ഉണക്കലരിയിൽ അക്ഷരമാല എഴുതിച്ച ശേഷം കുട്ടികൾക്ക് ഉണക്കലരി പ്രസാദമായി നൽകും. രാവിലെ 6:30 സമൂഹ അക്ഷരപൂജയ്ക്കു ശേഷം 7 മണിക്ക് സംഗീതാർച്ചന നടക്കും. വൈകിട്ട് 5:30 ചുറ്റുവിളക്കിനു ശേഷം 6:30 പഞ്ചാരിമേളം അരങ്ങേറ്റം നടക്കും. ചാലക്കുടി കുറ്റിച്ചിറ സൃഷ്ടി സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് പഞ്ചാരിമേളം അരങ്ങേറ്റം അവതരിപ്പിക്കും. വിജയദശമി നാളിലെ എഴുത്തിനിരുത്തൽ ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച നടക്കും. ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പൂർത്തിയായി. രാവിലെ 5:30 എഴുത്തിനിരുത്തൽ ചടങ്ങിന് തുടക്കമാകും. പടിഞ്ഞാറേ നടപ്പുരയിലാണ് ചടങ്ങ് നടക്കുക. ഇവിടെ ഒരുക്കിയ കുലവാഴ വിതാനത്തിന് മധ്യഭാഗത്ത് ദേവിക്ക് അഭിമുഖമായാണ് എഴുത്തിനിരുത്തൽ നടക്കുക. ഉച്ചശീവേലിക്കു ശേഷം വാഴക്കുലകൾ വഴിപാടായി നൽകിയ ഭക്തർക്ക് ഇത് പ്രസാദമായി തിരിച്ചു നൽകും. NREG വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ നേതൃത്വത്തിൽ നടത്തിയ തൃശൂർ ജില്ലാ വാഹന പ്രചരണ ജാഥ സമാപിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിലെ തൊഴിൽ സംരക്ഷണ സംഗമത്തിന്റെ ഭാഗമായാണ് ജാഥ നടത്തിയത്. NREG വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലാണ് തൊഴിൽ സംരക്ഷണ സംഗമം നടക്കുന്നത്. വേതനം 700 രൂപയായി വർദ്ധിപ്പിക്കുക, തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംഘടന ഉന്നയിക്കുന്നത്. ഇതിനു മുന്നോടിയായിട്ടായിരുന്നു വാഹന പ്രചരണ ജാഥ. ജാഥയ്ക്ക് ഫെഡറേഷൻ AITUC ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കണ്ണോളി ക്യാപ്റ്റനും സാറാബി ഉമ്മർ വൈസ് ക്യാപ്റ്റനും PK കൃഷ്ണൻ ഡയറക്ടറുമായിരുന്നു. സെപ്റ്റംബർ 29 തിരുവില്ലാമലയിൽ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ KP രാജേന്ദ്രൻ വാഹന പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ട ജാഥ സെപ്റ്റംബർ 30 കോടന്നൂരിൽ സമാപിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗവും ചേർപ്പ് മണ്ഡലം സെക്രട്ടറിയുമായ KK ജോബി സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യം വെട്ടിമുറിക്കപ്പെട്ട ഘട്ടത്തിൽ ഈ രാജ്യത്തുണ്ടായ സംഘടനകളുടെ, കലാപങ്ങളുടെ, ലഹളകളുടെ ഭാഗമായി ഈ രാജ്യത്തെ മനുഷ്യൻ പരസ്പരം മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ കൊല ചെയ്യപ്പെട്ട ഗ്രാമങ്ങളിലേക്ക് മഹാത്മാഗാന്ധി യാത്ര ചെയ്യുകയും അവരെ ആശ്വസിപ്പിക്കുകയും രാജ്യം സ്വാതന്ത്ര്യം നേടിയ ഘട്ടത്തിൽ ഗ്രാമീണ ജനതയോടൊപ്പം ജീവിക്കുകയും ചെയ്ത ഗാന്ധിജിയോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷമുള്ള ഈ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി അധികാരമേറ്റെടുക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു, ഗാന്ധിജി ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം? നമുക്കിതാ സ്വാതന്ത്ര്യം ലഭ്യമായിരിക്കുന്നു. നാം ഏതാനും മാസങ്ങൾക്കകം പരമാധികാരം പ്രഖ്യാപിക്കും. 1950 ജനുവരി മാസം 26-ാം തീയതി ഇന്ത്യ രാജ്യം ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. രാജ്യം സ്വാതന്ത്ര്യം നേടിയ ഘട്ടത്തിൽ ഗാന്ധിജിയോട് സ്വാതന്ത്ര്യ സമ്പാദനത്തിന്റെ പോരാട്ടവേളയിൽ നേതൃത്വം നൽകിയ മഹാരഥന്മാരായ ദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഇന്ത്യയുടെ ഭരണകർത്താക്കൾ ചോദിച്ചു, ഗാന്ധിജി എങ്ങനെയായിരിക്കണം നമ്മുടെ നാട് മുന്നോട്ട് പോകേണ്ടത്? ഗാന്ധിജി അതിന് പറഞ്ഞ ഉത്തരവുണ്ട്. ഗാന്ധിജി അതിന് പറഞ്ഞ ഉത്തരം, ഒരു ഭരണകൂടം അതിന്റെ നടപടികളെ മുന്നോട്ട് പോകും.
സുഭാഷ് മാരാത്ത് അധ്യക്ഷനായി. പി വി ഷാജൻ, കെ എം ജയദേവൻ, ജാഥ മാനേജർ പി കെ കൃഷ്ണൻ, ജാഥ അംഗം ഇ എസ് പ്രതീഷ്, ഹരീഷ് തേലപ്പുറത്ത് എന്നിവർ സംസാരിച്ചു. സീനിയർ സിറ്റിസൺ അവണിശ്ശേരി ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആചരിച്ചു. മുതിർന്ന അംഗം ടി വി പോളിനെ ചടങ്ങിൽ ആദരിച്ചു. അവണിശ്ശേരി ഗ്രൂപ്പ് പ്രസിഡന്റ് ചന്ദ്രൻ പുറത്താള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാൽപാദത്തിന് പരിക്കേറ്റ് ചികിത്സയിലുള്ള സുനിൽ മങ്ങാടത്തിന് സീനിയർ സിറ്റിസൺ നൽകുന്ന വാക്കർ അദ്ദേഹത്തിന്റെ ഭാര്യ ഭവിത സുനിൽ ഏറ്റുവാങ്ങി. സെക്രട്ടറി സി ആർ പ്രകാശ്, വൈസ് പ്രസിഡന്റ് സി ആർ വിജയൻ, മുൻ സെക്രട്ടറി പി കെ ഭാസ്കരൻ, മുൻ വൈസ് പ്രസിഡന്റ് വി കെ ശശിധരൻ, പി എസ് സുകുമാരൻ, പി യു സജീവ് എന്നിവർ സംസാരിച്ചു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബൊമ്മക്കൊലു ഒരുക്കി ചേർപ്പ് പെരുവനം ബ്രാഹ്മണ സമൂഹം. തായംകുളങ്ങരയിലെ ബ്രാഹ്മണ സമൂഹം ഹാളിലാണ് ബൊമ്മക്കൊലു ഒരുക്കിയത്. ഐതിഹ്യങ്ങളും കഥകളും സംവദിക്കുന്ന ബൊമ്മക്കൊലു ഒരുപാട് വർഷത്തെ ചരിത്രമാണ് പങ്കുവയ്ക്കുന്നത്. ധർമ്മശാസ്ത്ര വിധിപ്രകാരം 30 മുക്കോടി ദേവീ ദേവന്മാരെയും പ്രീതിപ്പെടുത്താനാണ് ദേവീരൂപ സാദൃശ്യമുള്ള ബൊമ്മകളെ തയ്യാറാക്കുന്നത്. അതിശക്തനായ മഹിഷാസുരനെ ദുർഗാദേവി വധിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ബൊമ്മക്കൊലു ഒരുങ്ങുന്നത്. സ്വർഗത്തോട് യുദ്ധം പ്രഖ്യാപിച്ച അതിശക്തനായ മഹിഷാസുരൻ ദേവകളെ ബന്ധിയാക്കാൻ തുടങ്ങി. പുരുഷനാൽ വധിക്കപ്പെട്ടില്ലെന്നൊരു വരം കിട്ടിയതിനാൽ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും തങ്ങളുടെ ശക്തികൾ ഒരുമിച്ചുണ്ടാക്കിയതാണ് ദുർഗയെന്നാണ് വിശ്വാസം. പലതവണ ദാരികനെ വധിക്കാൻ ശ്രമിച്ചിട്ടും ദുർഗ പരാജയപ്പെട്ടു. ഇതോടെ ശക്തി ആർജിക്കാനായി ദേവി തപസ്സിലായി. 9 രാത്രികളും 10 പകലുകളും നീണ്ട തപസ്സിനിടെ പിന്തുണയുമായി ദേവഗണങ്ങളും എത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ ഓർമ്മയ്ക്കായി പ്രതീകാത്മകമായി ഒരുക്കുന്നതാണ് ബൊമ്മക്കൊലു. നവരാത്രിക്ക് തപസ് അവസാനിപ്പിക്കുന്ന ദുർഗ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഉഗ്രയുദ്ധത്തിനൊടുവിൽ മഹിഷാസുരനെ വധിക്കുകയാണ്. നവരാത്രി ആഘോഷങ്ങളുടെ ആദ്യ ദിവസം തന്നെ കുടുംബത്തിലെ മുതിർന്ന ആളാണ് സാധാരണയായി പടികളെന്ന കൊലു ഒരുക്കുക. ഇവയിൽ ദേവീ ദേവന്മാരുടെ പാവകളെ നിരത്തും. മുകൾ തട്ടിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് പടികൾ നിറയുന്ന കാഴ്ചയും ആകർഷകമാക്കുന്നതാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആചരിച്ചു. ഒക്ടോബർ 1 വയോജന ദിനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. ട്രഷറി വകുപ്പിൽ നിന്ന് വിരമിച്ച പാർളം പഞ്ചായത്തിലെ മെമ്പർ അരിമ്പൂക്കാരൻ ആന്റണിയെയും ഭാര്യയെയും അവരുടെ വസതിയിലെത്തി ആദരിച്ചു. അസോസിയേഷൻ ബ്ലോക്ക് പ്രസിഡന്റ് സി എസ് മധുസൂദനൻ, സെക്രട്ടറി ടോമി പെല്ലിശ്ശേരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സന്തോഷ് കുമാർ സെൻ, ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ കെ ആർ പ്രസന്നകുമാർ, ശിവൻ കോടന്നൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ഒളരി ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിൽ നടത്തിയ മഹാചണ്ഡിക ഹോമത്തിനുള്ള അന്നദാനം സമൃദ്ധമാക്കി സ്കൂൾ മുറ്റത്തെ കാർഷിക വിളവ്. തൃശൂർ വൈദിക് ധർമ്മ സംസ്ഥാനാണ് മഹാചണ്ഡിക ഹോമം ഒരുക്കിയത്. സെപ്റ്റംബർ 28 മുതൽ ദുർഗാഷ്ടമി ദിനമായ 30 വരെയായിരുന്നു മഹാചണ്ഡികാ ഹോമം നടന്നത്. മഹാചണ്ഡികാ ഹോമത്തിനുള്ള അന്നദാനത്തിലേക്ക് പ്രത്യേകമായി ജൈവ പച്ചക്കറി കൃഷി നടത്തിയിരുന്നു. ഹോമം നടന്ന ഒളരി ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ സ്കൂൾ മുറ്റത്ത് തന്നെയാണ് കൃഷി ഇറക്കിയത്. മികച്ച കർഷക അവാർഡ് നേടിയ ആലാട്ട് ചന്ദ്രൻ, അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ജൈവ പച്ചക്കറി കൃഷി നടത്തിയത്. കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത്. തൃശൂർ ആർട്ട് ഓഫ് ലിവിംഗിന്റെ സാരഥികൾ, സ്കൂൾ പ്രിൻസിപ്പൽ, മാനേജ്മെന്റ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്നാണ് നവരാത്രി പൂജയ്ക്ക് ആവശ്യമായ കലവറ നിറയ്ക്കൽ നടത്തിയത്. IMA തൃശൂർ ബ്ലഡ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ സന്നദ്ധ രക്തദാന ദിനം ആചരിച്ചു. തൃശൂർ രാമവർമ്മപുരത്ത് IMA ബ്ലഡ് ബാങ്കിലായിരുന്നു പരിപാടി. IMA ബ്ലഡ് ബാങ്ക് തൃശൂർ മുൻ ഡയറക്ടർ ഡോക്ടർ CN പരമേശ്വരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സന്നദ്ധ രക്തദാന സംഘടനയായ ബ്ലഡ് ഡോണേഴ്സ് കേരള തൃശൂർ ഘടകത്തെ ചടങ്ങിൽ ആദരിച്ചു. IMA തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ജോർജ് അധ്യക്ഷനായി. IMA ബ്ലഡ് ബാങ്ക് മുൻ ഡയറക്ടർ ഡോക്ടർ VK ഗോപിനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ NG രാധാകൃഷ്ണൻ, സെക്രട്ടറി ഡോക്ടർ ബേബി തോമസ്, ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ B ഗോപികുമാർ, ടെക്നിക്കൽ സൂപ്പർവൈസർ TS സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു.
ദേശീയ സന്നദ്ധ രക്തദാന ദിനത്തോടനുബന്ധിച്ച് ബലൂൺ പറപ്പിക്കൽ, സന്നദ്ധ രക്തദാന ക്യാമ്പ് എന്നിവയും സംഘടിപ്പിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 10,930 രൂപ, പവന് 87,440 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് തിരുവിളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മഹാനവമി വിജയദശമി ചടങ്ങിനോടനുബന്ധിച്ച് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആചരിച്ചു. വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ്, ആദരിക്കൽ എന്നിവ വയോജന ദിനത്തിന്റെ ഭാഗമായി നടന്നു. വിജയദശമി ദിന ആഘോഷത്തിനായി ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രം, ഊരകം അമ്മ തിരുവടി ക്ഷേത്രങ്ങൾ ഒരുങ്ങി. എഴുത്തിനിരുത്തൽ ചടങ്ങിനായി വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.